കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലത്തിന്റെ അഭിമാനമായ അഷ്ടമുടി കായലിന്റെ 8 മുടികൾ ഏതൊക്കെയാണ്? തേവള്ളി തടാകം. അഷ്ടമുടി കായലിന്റെ തെക്കേ അറ്റത്തുള്ള പ്രസിദ്ധമായ തടാകമാണ് തേവള്ളി തടാകം. ദേശിംഗനാട് രാജാക്കന്മാരുടെ വേനൽക്കാല അഭയകേന്ദ്രമായ തേവള്ളി കൊട്ടാരം ഈ തടാകത്തിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ കിഴക്കേ അറ്റത്ത് ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അഞ്ചാലുമൂട്, കടവൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന തേവള്ളിപ്പാലം ഈ തടാകത്തിന് കുറുകെയാണ്. അതിന്റെ വടക്കേ കരയിൽ കടവൂർ പള്ളിയും തെക്കേ കരയിൽ തേവള്ളി കൊട്ടാര സമുച്ചയവും സ്ഥിതി ചെയ്യുന്നു. ഇത് പ്രകൃതിദത്ത ജലപാതയായ കൊല്ലം തോടിനെ അഷ്ടമുടി കായലുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. കണ്ടച്ചിറ തടാകം. തേവള്ളി കായലിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള അഷ്ടമുടി കായലിന്റെ ഭാഗമാണ് കണ്ടച്ചിറ തടാകം. ഈ തടാകത്തിന്റെ കിഴക്ക് മങ്ങാടും വടക്ക് പടിഞ്ഞാറ് അഞ്ചാലുമൂടും കടവൂരും സ്ഥിതി ചെയ്യുന്നു. ഈ തടാകത്തിന്റെ പടിഞ്ഞാറൻ തീരത്താണ് കടവൂരിലെ പ്രസിദ്ധമായ ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ തടാകത്തിലൂടെയാണ് നെടുംകുതിര, അതായത് എടുപ്പ് കുതിര, ക്ഷേത്രക്കരയായ കുതിരക്കടയിൽ നിന്ന് വള്ളങ്ങളിൽ കൊണ്ടുവരുന്നത്. കുരീപ്പുഴ കായൽ. അഷ്ടമുടി വീരസ്വാമി ക്ഷേത്രത്തിൽ ഉരുൾ നേർച്ചയുടെ ഭാഗമായിട്ടുള്ള ഉപദ്വീപായ കുതിരപ്പുഴയെ വലയം ചെയ്യുന്ന അഷ്ടമുടി കായലിന്റെ ഭാഗമാണ് കുതിരപ്പുഴ കായൽ. തേവള്ളി തടാകത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തോപ്പിൽ കടവ് മുതൽ കാവനാട് വരെയും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഓലിക്കര മുതൽ സാമ്പ്രാണിക്കോടി വരെയും ഉൾപ്പെടുന്ന ബോട്ട് ബേകൾ ഉണ്ട്. തെക്കും ഭാഗം. അഷ്ടമുടി കായലിനെ ഏറ്റവും വലിയ ദ്വീപായ തെക്കും ഭാഗത്തെ പൊതിഞ്ഞ് അഷ്ടമുടി കായലിന്റെ ഭാഗമാണ് തെക്കും ഭാഗം. നീണ്ടകര മുതൽ ദളവപുരം വരെയാണ് ഇത്. ദളവപുരം, പാവുമ്പ പാലങ്ങൾ ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്നു. പ്രാക്കുളം മുതൽ അഷ്ടമുടി വരെയും പാവുമ്പ മുതൽ നീണ്ടകര വരെയുള്ള പ്രദേശങ്ങളും ഈ തടാകത്തിന് ചുറ്റുമുണ്ട്. കേരളത്തിലെ ഏക വീരഭദ്രസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അഷ്ടമുടി ഈ തടാകത്തിന്റെ വടക്ക് കിഴക്കൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തടാകത്തിന്റെ തീരത്തുള്ള ഒരേ ഒരു പ്രദേശത്തിന് അഷ്ടമുടി കായൽ എന്ന പേരും ലഭിച്ചു. അഷ്ടമുടിയുടെ ഹൃദയം എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. കൊല്ലത്തിന്റെ വടക്കോട്ടുള്ള ദേശീയ ജലപാത ആരംഭിക്കുന്നത് ഈ തടാകത്തിൽ നിന്നാണ്. കല്ലട തടാകം. കല്ലടയാറിന്റെ തടത്തെ സ്പർശിക്കുന്ന അഷ്ടമുടി കായലിന്റെ ഭാഗമാണ് കല്ലട തടാകം. കല്ലടയാറിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ കല്ലട തടാകം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അഷ്ടമുടി കായലിന്റെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങളിൽ ഒന്നാണ് കല്ലട തടാകം. മൺട്രോ തുരുത്ത്, പട്ടം തുരുത്ത്, നീട്ടം തുരുത്ത് തുടങ്ങിയ മനോഹരമായ ദ്വീപുകളുടെ ഒരു കൂട്ടം ഇതിൽ ഉൾപ്പെടുന്നു. പെരുമൺ കായൽ. പെരുമണിനും പേഴും തുരുത്തിനും ഇടയിൽ പരന്നു കിടക്കുന്ന അഷ്ടമുടി കായലിന്റെ ഭാഗമാണ് പെരുമൺ തടാകം. പെരുമണിനെയും പേഴും തുരുത്തിനെയും ബന്ധിപ്പിക്കുന്നതാണ് പെരുമൺ പാലം. പാലത്തിൽ നിന്ന് കിഴക്ക് പള്ളിയാന്തുരുത്ത് ദ്വീപും പടിഞ്ഞാറ് അഷ്ടമുടിയും കാണാം. പെരുമൺ ദുരന്തം നടന്നത് ഈ കായലിലാണ്. കുമ്പളത്ത് കായൽ. ഉപദ്വീപായ പടപ്പക്കരയുടെ വടക്ക് ഭാഗത്തിനും കിഴക്കൻ കല്ലടയുടെ വടക്ക് ഭാഗത്തിനും ഇടയിൽ ഒഴുകുന്ന അഷ്ടമുടി കായലിന്റെ ഭാഗമാണ് കുമ്പളത്ത് കായൽ. കുമ്പളം, നെല്ലിമുക്കം, വാളത്തിൽ, മണ്ണുംകടവ് തുറകൾ ഈ കായലിന്റെ ഭാഗമാണ്. കാഞ്ഞിരോട്ട് കായൽ. ഉപദ്വീപായ പടപ്പക്കരയുടെ തെക്ക് ഭാഗത്തുള്ള അഷ്ടമുടി കായലിന്റെ ഭാഗമാണ് കാഞ്ഞിരോട്ട് കായൽ. അഷ്ടമുടി കായലിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗം ഇതാണ്. അതിന്റെ പടിഞ്ഞാറ് പെരുമൺ കായലും പെരുമൺ പാലവും തെക്ക് കിഴക്ക് കുണ്ടറയും ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരത്തിന്റെ സ്ഥലവും ആണ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.